സുപ്രഭാതം കാരവൻ വാരാമ്പറ്റ മക്കാമിന് മുൻപിലാണുള്ളത്. വാരാമ്പറ്റ എന്ന ഗ്രാമം നമുക്ക് പരിചയം. നമ്മൾ കേരളത്തിൽ സമസ്തയുടെ അഭിമാനമായിട്ടുള്ള ഷുഹൈബുൽ ഹൈത്തമി വാരാമ്പറ്റ ആ ഒരു പേരിലൂടെയാണ് വാരാമ്പറ്റയെ ചില ആളുകൾക്കെങ്കിലും അറിയുകയുണ്ടാവുക. പഴമക്കാർക്കൊക്കെ വാരാമ്പറ്റ മക്കാമും ഇവിടെയുള്ള സആദ സ്ഥാപനവും ജാമിയ നൂരിയയുടെ ഓഫ് ക്യാമ്പസാണ് സആദ ക്യാമ്പസ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. ഇവിടുത്തെ ഈ സആദ കോളേജിലെ കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള കൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 1-2 സ്ഥലങ്ങളിൽ തരുവണയിലും അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്തുമൊക്കെ നമ്മൾ 100 കൊടികൾ സമസ്തയുടെ പ്രചാരണത്തെ ഏറ്റവും മനോഹരമാക്കി തയ്യാറാക്കിയ ഒരു ജില്ലയാണ് വയനാട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാ ഇവിടെ ഈ കുട്ടികൾ വളരെ മനോഹരമായിട്ട് നല്ല കവുങ്ങിൽ നല്ല തുണി ചുറ്റി അതിൽ സമസ്ത സെഞ്ചുറി എന്ന ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് അതിന് മുകളിൽ കൊടി വെച്ച് ആ പണി പൂർത്തിയായിട്ടില്ല. അവർ കുറച്ച് കാലുകളിലൊക്കെ പതാക ഉയർത്താനുണ്ട്. ഏതായിരുന്നാലും കുറച്ച് പതാകകളൊക്കെ അവർ ഇവിടെ ഒരു 19ഓളം പതാകകൾ ഉയർത്തിയിട്ടുണ്ട്. വലിയൊരു ഫ്ലെക്സ് ബോർഡുണ്ട്. അപ്പോൾ ഇതാണ് വാരാമ്പറ്റ മക്കാം എന്ന് പറയുന്നത്. വാരാമ്പറ്റ മക്കാം ദില്ലിയിൽ നിന്നും വന്ന ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് എടുക്കാം. നമുക്ക് ഇവിടെ ഞാൻ ഈ മക്കാമിലേക്ക് വരുമ്പോൾ കുറച്ച് കുട്ടികൾ എൻ്റെ കൂടെയുണ്ട്. ആ കുട്ടികൾ ഇവിടെ മക്കാം. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാ? വേങ്ങര ബദരിയ കോളേജ്. നിങ്ങൾ എന്താണ് സിയാർത്ത് ടൂറാണോ? സിയാർത്ത് ടൂറാണ്. എത്ര പേര് വന്നിട്ടുണ്ട്? 48 ആളുകൾ വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? എവിടുന്ന കഴിച്ചു? സാദാ കോളേജിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ബാണാസുര ഡാം കാണണം. ഡാം കാണാനാണ് പോകുന്നത്. അപ്പം എവിടെയൊക്കെ പോയി? വയനാട് റിസോർട്ട് പോയി. പിന്നെ റിസോർട്ട് പോയാ? ക്ലേ ക്ലബ്. അവിടെ എന്താ കാണാനുള്ളത്? അവിടെ സ്വിമ്മിങ് ഉണ്ട്, കളിക്കാനുണ്ട്, വോളിബോൾ, കയാക്കിംഗ്. സ്വിം ചെയ്തോ എല്ലാവരും? സ്വിം ചെയ്ത്. അപ്പൊ എന്ന് തുടങ്ങിയ യാത്രയാണ്? ഇന്നലെ. അപ്പൊ ഇന്നലെ എവിടെയാ താമസിച്ചേ? ക്ലേ ക്ലബ് റിസോർട്ടിൽ താമസിച്ചു. അപ്പൊ റിസോർട്ടിലൊക്കെ താമസിച്ച് വരികയാണ് നിങ്ങള്? അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു റിസോർട്ട് അനുഭവമൊക്കെ? അടിപൊളി. അപ്പൊ അവിടെ നിങ്ങളുടെ ക്യാമ്പസിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? എത്ര ക്ലാസ്സിലുള്ള ആളുകളൊക്കെയാണ്? 1, 2, 3. 1-ാം ക്ലാസ്സിലുള്ള ആളുകളുടെ സബ്ജക്ട് എന്തൊക്കെയാണ്? നീ 1-ാം ക്ലാസ്സിലല്ലേ? എന്താ 1-ാം ക്ലാസ്സിലുള്ള സബ്ജക്ട് എന്തൊക്കെയാണ് അവിടെ? متفرد نحو فقه عقيدة عوامل تاريخ. 2-ാം ക്ലാസ്സുകാരാ? 2-ാം ക്ലാസ്സിൽ എന്തൊക്കെയാ സബ്ജക്ട് എന്ന് പറഞ്ഞേ? അതേമാതിരി തന്നെയാണ് 2-ാം ക്ലാസ്. വലിപ്പം കൂടുന്നു, കിതാബിന് കുറച്ച് വലിപ്പം കൂടുന്നു. കിതാബിന് കുറച്ച് വലിപ്പം കൂടുന്നു പറഞ്ഞാൽ സബ്ജക്ട് കൂടും, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. 3-ാം ക്ലാസ് ആണോ? ഓക്കെ. അസറ് പറ, എങ്ങനെയുണ്ട്? അസറ് റാഗ് ചെയ്യോ നിങ്ങളെ? റാഗ് ചെയ്യണ്ട. നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾ. അടിപൊളി അല്ലേ? അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വിശേഷ. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഇനി അവർ അടുത്ത ഒരു സ്ഥലത്തേക്ക് അവരിങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അവരുടെ ഉസ്താദുമാർ അവിടെ കൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഉസ്താദുമാരായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ സിയാർത്ത് യാത്ര? റിസോർട്ടിലെ താമസമൊക്കെ കഴിഞ്ഞ് ഇനി എത്ര സിയാർത്ത് കേന്ദ്രങ്ങളിൽ പോയി? ഏകദേശം 12ഓളം ഡെസ്റ്റിനേഷൻ കവർ ചെയ്തു. ഇനി വാരാമ്പറ്റ മക്കാമാണ് ലാസ്റ്റത്തെ. ഇനി ഇൻഷാല്ല ബാണാസുര സാഗറിലൊന്ന് കുട്ടികളെ ഡാമൊക്കെ കാണിച്ചിട്ട് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എങ്ങനെയുണ്ട് കോളേജും പ്രവർത്തനവും കുട്ടികളും? അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ട് പോകുന്നു. അവർക്ക് അക്കാഡമിക്കത്തിൻ്റെ ആ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് ഒരു അല്പം റിലാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. 2 ദിവസമായിട്ടുള്ള യാത്രയാണ്. നല്ല അവർക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. റിസോർട്ടാണ്, ഒരു ഫാം സ്റ്റേ ആയിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് പനമരം. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. അതിൽ പഠനത്തിനൊക്കെ വലിയ ഉന്മേഷവും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ സിയാറത്തും ഇന്നലത്തെ ഫാം സ്റ്റേയും കഴിഞ്ഞ് ഇൻഷാ അല്ലാ മക്കാം സിയാറത്ത് ചെയ്ത് ബാണാസുര സാഗർ കൂടി കുട്ടികളെ കണ്ട് ഇൻഷാ അല്ലാ നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ ഒരു സമസ്ത സമ്മേളനത്തിൻ്റെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സമ്മേളനത്തിന് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉസ്താദൊക്കെ ബസ്സൊക്കെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞോ? നിങ്ങളോട് പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണും ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാണ് ഈ കുട്ടികൾ. നമുക്ക് ഈ വാരാമ്പറ്റ മക്കാമിനെ കുറിച്ച് കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. വാരാമ്പറ്റ എന്താണ് നമ്മുടെ ഈ വാരാമ്പറ്റ മക്കാമിനെ കുറിച്ചുള്ളൊരു ചരിത്രം എന്താ? ഇത് വടക്കേ വയനാട്ടിലെ വളരെ പ്രാചീന കാലത്തുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വാരാമ്പറ്റ മക്കാമ്. ഡൽഹിയിൽ നിന്ന് ആഗതരായ സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങളാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത്. ഇവരുടെ കുടുംബത്തിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട ആളാണ്. ഒന്ന് ഒടുങ്ങാക്കാട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീവിയും അതേപോലെ കാര്യമ്പാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫാത്തിമ ബീവിയും.
ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് പുരാതന കാലത്ത് വടക്കേ വയനാട്ടിൽ ദീനീ പ്രബോധനത്തിനാണ് ഇവിടെ എത്തുകയും അതിന് ഒരു വിളനിലമെന്ന നിലക്ക് മതപ്രബോധനമായി പള്ളി ദർസുകൾ ആരംഭിക്കുകയും പിന്നീട് അത് കോളേജായി പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ മഹാനവറുകൾ ഈ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ മഹാനവറുകളുടെ പൊരുത്തം വാങ്ങി അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വരും. അതിൻ്റെ ഒരു അനുരണനം ഇപ്പോഴുമുണ്ട്. ഇവിടെ ഓരോ ദിവസവും ഉന്നതികളിൽ നിന്ന് മറ്റ് മതസ്ഥരിൽപ്പെട്ട ആളുകൾ കോഴിയായിട്ടും ആടായിട്ടും നേർച്ച നേർന്ന് ഇവിടെ ഏൽപ്പിക്കും. അതിങ്ങനെ വാട്സപ്പിലും അല്ലാതെയൊക്കെ ലേലം വിളിച്ച് ഇതപ്പോൾ അവിടെ കാണാം നിങ്ങൾക്കൊരു കൊല, അത് ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുകൊടുത്താണ്. അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ വലിയൊരു ബസ്സിൽ വിദ്യാർത്ഥികൾ വന്നു. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്ക് അതേപോലെ വേറെ ബസ്സിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് തീർത്ഥാടനം നടത്തുന്നൊരു കേന്ദ്രമാണ്. ഇവിടുത്തെ ഉറൂസ് എന്ന് പറഞ്ഞാൽ 1000-1500 ആളുകൾക്ക് ഒരു ദിവസം, അങ്ങനെ 3 ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ദിക്റിൻ്റെ ദിവസം ഭക്ഷണം കൊടുക്കും, ഉറൂസിൻ്റെ ദിവസം ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ പഴമയായ രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു തളികയിൽ ചുറ്റും ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു. പിന്നീട് അത് മാറി ഓരോരുത്തർക്കും ഓരോ കവറാക്കുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നു. അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വയനാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് 3 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് വയനാട്ടിലുള്ളത്. ഒന്ന് ബാവലി, മറ്റൊന്ന് കാട്ടിച്ചിറക്കൽ. ഇത് 3ഉം ഈ വയനാട്ടുകാരുടെ വലിയൊരു ആവേശത്തിൻ്റെ ഉത്സവമാണ്. അങ്ങനെയുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് വാരാമ്പറ്റ മക്കാമ്.